അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യങ്ങൾക്ക് മാത്രമേ ഇന്ത്യയിൽ വധശിക്ഷ വിധിക്കാറുള്ളൂ. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതും ആർജിക്കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ വധക്കേസിൽ വധശിക്ഷ വിധിക്കാത്തതും ചർച്ചയാവുകയാണ്. ഇന്ത്യയിലെ നിയമ സംവിധാനം വിധിക്കുന്ന പരമാവധി ശിക്ഷ ലഭിച്ച കുപ്രസിദ്ധർ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം. 2004 ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതികൾ വധശിക്ഷ കാത്തുകിടക്കുന്ന വർഷമാണ് 2025. 1955 CRPC നിലവിൽ വരുന്നതിന് മുൻപ് വധശിക്ഷ സാധാരണവും ജീവപര്യന്തം അപൂർവവുമായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 752 പേർ തൂക്കിലേറ്റപ്പെട്ടെന്നാണ് അനൌദ്യോഗിക കണക്ക്. 1947 സെപ്റ്റംബർ 9 ജബൽപൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റിയ രഘുരാജ് സിംഗിന്റെ ശിക്ഷയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത്. 1955 തിഹാർ ജയിലിൽ വെച്ച് തൂക്കിലേറ്റപ്പെട്ട രത്തൻഭായ് ജെയിനാണ് തൂക്കിലേറ്റപ്പെട്ട ആദ്യ വനിത. 70കളിലും 80കളിലും ചെന്നൈ നഗരത്തെ ഭീതിയിലാഴ്ത്തിയ കൊടും കുറ്റവാളി ഓട്ടോ ശങ്കറിനെ സേലത്തെ ജയിലിൽ തൂക്കിലേറ്റിയത് 1995. 8 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കംതാ പ്രദാസ് തിവാരിയുടെ ശിക്ഷ നടപ്പാക്കിയത് 1997 ജബൽപൂർ സെൻട്രൽ ജയിലിലായിരുന്നു. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി അജ്മൽ കസബിന്റെ ദയാഹർജി അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജി തള്ളിയതിനെ തുടർന്ന് പൂനെയിലെ യർവാദ ജയിലിൽ വെച്ച് 2012 നടപ്പാക്കി. 2001 പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതിയായ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചത് 2006 ശിക്ഷ സ്റ്റേ ചെയ്തതോടെ നടപ്പാക്കുന്നത് വൈകി. പിന്നീട് 2013 തിഹാർ ജയിലിൽ വെച്ച് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റി. 1999 മുംബൈ സ്ഫോടന പരമ്പരകളുടെ സൂത്രധാരൻ യാക്കൂബ് മേമനെ 2015 നാഗ്പൂരിലെ സെൻട്രൽ ജയിലിൽ തൂക്കിക്കൊന്നു. 2012 ഡൽഹിയിൽ പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയെ ഓടുന്ന ബസ്സിൽ ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ 4 പ്രതികളെ 2020 തിഹാർ ജയിലിൽ തൂക്കിലേറ്റി. നീണ്ട നിയമയുദ്ധത്തിനു ശേഷമാണ് മുകേഷ് സിംഗ്, അക്ഷയ് താക്കൂർ, വിനയ് ശർമ്മ, പവൻ ഗുപ്ത എന്നീ പ്രതികളുടെ ശിക്ഷ നടപ്പാക്കാനായത്. 1991 റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റിയ ശേഷം കേരളത്തിൽ വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല. റിസർച്ച് ഡെസ്ക് 24.